കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും എന്ന റിപ്പോർട്ട് ശരിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. 20 ലോക്സഭാ സീറ്റിലും ബി.ജെ.പി സഖ്യത്തിന് വോട്ട് ഷെയർ വർദ്ധിക്കും. അതിന് മുഖ്യമായ കാരണം എൽ.ഡി.എഫ് വോട്ടുകൾ ബി.ജെ.പിക്ക് കൃത്യതയാർന്ന രീതിയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 4 മുതൽ 5% വരെ വോട്ട് ഷെയർ ബി.ജെ.പിക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പല സ്ഥലത്തും ബി.ജെ.പിക്ക് 2ാം സ്ഥാനം ലഭിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലുള്ള പ്രചരണം തന്നെയാണ് നടത്തിയത്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചതും ബി.ജെ.പി നേതൃത്വം തന്നെയാണ്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. നമുക്കറിയാവുന്നതാണ്, ഇലക്ഷൻ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള പ്രഹരമായിരുന്നു സുപ്രീം കോടതി ഏൽപ്പിച്ചത്. അതിനുശേഷം മറ്റ് പല വിഷയങ്ങളിലും ബി.ജെ.പിക്ക് ഇരുട്ടടി ലഭിച്ചിരുന്നു. എന്നാൽ എതിരാളികളെ ഏറ്റവും മോശമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന വിഷയത്തിൽ നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ യഥാർത്ഥ രൂപം ജനങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മരവിപ്പിക്കാൻ വേണ്ടി കാണിച്ച വ്യഗ്രത, ആ മരവിപ്പിക്കാൻ വേണ്ടി കാണിച്ച ഈ നിലപാടിനെ അങ്ങേയറ്റം നഖശിഖാന്തമായാണ് കോൺഗ്രസ് നേതൃത്വം എതിർത്തത്. അതുകൊണ്ട് കേരളത്തിലൊന്നും സംഭവിക്കില്ല എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും, അതായത് കോൺഗ്രസിന് മുന്നേറ്റം നടത്താൻ കഴിയുന്ന, ബി.ജെ.പിക്ക് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സ്ഥലങ്ങളിൽ, അവിടെയൊക്കെ കോൺഗ്രസിന് മുന്നേറ്റം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളിൽ അവിടെയൊക്കെ എന്തായിരിക്കും ഫലം എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലെ ഇരിക്കും. അതിനെയാണ് ബി.ജെ.പി തഴഞ്ഞത്. അതായത് ഒരിക്കലും പ്രചരണ രീതിയിലൂടെ കോൺഗ്രസ് മുന്നിലെത്താൻ പാടില്ല. ജനാധിപത്യ മാർഗത്തിലൂടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ പാടില്ല. 370 സീറ്റ് ഒറ്റയ്ക്ക് ലഭിക്കുമെന്ന് പാർലമെൻറ്റിൽ പറയാൻ മോദിക്ക് എന്ത് അവകാശമാണുള്ളത്? അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ജനങ്ങളാണ് എത്ര സീറ്റാണ് ഏത് പാർട്ടികൾക്കൊക്കെ നൽകണമെന്ന് തീരുമാനിക്കുന്നത്. ആത്യന്തികമായി ജനാധിപത്യ രാജ്യത്ത് അതാണ് അതിൻ്റെ സംവിധാനം. അതിനെപ്പോലും ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവെങ്കിൽ ആ നേതാവിനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് മല്ലികാർജുൻ ഖാർഗെ വെറുതെയല്ല പറഞ്ഞത്. നിരവധിയായ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന വിവാദ പ്രസംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കേൾക്കുന്നില്ലേ എന്ന് ഖാർഗെ വീണ്ടും ചോദിച്ചു. രാജസ്ഥാനിലെ വിവാദ പ്രശ്നത്തിൽ കൃത്യമായി ജാതീയമായ കാര്യങ്ങൾ പരാമർശിച്ചു. അതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറയാനില്ലേ? അതുമാത്രമല്ല, നിരവധിയായ സ്ഥലങ്ങളിൽ ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ അദ്ദേഹം തലങ്ങും വിലങ്ങും ഓടി നടന്ന് പ്രചരണം നടത്തുമ്പോൾ ആ പ്രചരണത്തിലെ വാക്കുകൾ ഓരോന്നും എടുത്തു പറഞ്ഞു തന്നെയാണ് നിരവധിയായ ഹർജികൾ ഫയൽ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നത്.